താമസിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ അവർ ഇരിക്കുമായിരുന്നു. വിശപ്പില്ല, അവർക്ക് ദാഹമില്ല, എല്ലാം മറന്നുപോകുമായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് അവർ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞവർക്ക് ഭക്ഷണം കൊടുത്ത് അയച്ചു എന്ന് പറയുന്നു. എന്നാൽ ഈ കാലത്ത് അത് സാധ്യമല്ല. എന്നാൽ ഈ കാലത്ത് കഴിയുന്ന വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ അറിവിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ 3 ദിവസം ആവശ്യമില്ല, 3 മണിക്കൂറുകൾ മതി, 3 നിമിഷങ്ങൾ മതി. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ 3 വചനങ്ങൾ മതി. നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റും, നിങ്ങളെ പ്രകാശിപ്പിക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങൾക്ക് സൗഖ്യം നൽകും. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം എത്ര ഭക്ഷിച്ചാലും എത്ര പാനം ചെയ്താലും വിശപ്പടങ്ങുകയില്ല. അത് വീണ്ടും അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. വചനത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സുറപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ, ബോറടിക്കുന്നുണ്ടെങ്കിൽ, മുഷി ഉണ്ടാകുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശരിയായതല്ല എന്നാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമ്മെ പരീക്ഷിക്കുന്നതാണ്, നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഒരു നല്ല കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരീശന്മാരും ശാസ്ത്രിമാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവരുടെ നടുവിൽ നിർത്തിയിട്ട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞിട്ട് കൊല്ലണം എന്ന് ന്യായപ്രമാണം പറയുന്നുവല്ലോ, എന്നാൽ ഇവളെക്കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് അവനോട് ചോദിച്ചു. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെ ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരുമൊക്കെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ നിർത്തി. ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞിട്ട് കൊല്ലണം എന്ന് മോശയുടെ ന്യായപ്രമാണം പറയുന്നു, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. മോശയുടെ ന്യായപ്രമാണത്തിൽ എന്താണ് പറയുന്നതെന്ന് നന്നായിട്ടറിയാമോ പരീശന്മാർക്ക്? മോശയുടെ ന്യായപ്രമാണം എന്തു പറയുന്നതെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? അത് ആവർത്തന പുസ്തകം 22-ാം അധ്യായം 22 ഒരു പ്രാവശ്യം വായിക്കൂ. മോശയുടെ ന്യായപ്രമാണം എന്ത് പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. ഒരു പുരുഷൻ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ ഇരുവരും, അതായത് ആ സ്ത്രീയോടുകൂടി ശയിച്ച പുരുഷനും ആ സ്ത്രീയും മരണശിക്ഷ വരിക്കണം. വ്യഭിചാരം ചെയ്യുന്ന സമയത്ത് പിടിക്കപ്പെടുകയാണെങ്കിൽ ആരെയാണ് പിടിക്കേണ്ടത്? പുരുഷനെയാണോ സ്ത്രീയെയാണോ? രണ്ടുപേരെയും. ഈ മഹാന്മാർ ആരെയാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? പിന്നെ അവനെന്തിയേ? അവനെവിടെ പോയി? അവനെ കാണുന്നില്ലല്ലോ. നമ്മുടെ ഭാരതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുരുഷന്മാർ എത്ര തെറ്റ് ചെയ്താലും അതൊന്നും തെറ്റല്ല, സ്ത്രീകൾ ചെയ്യുന്നത് മാത്രമാണ് തെറ്റെന്ന്. ഇവിടെ കല്യാണം കഴിച്ചൊരു സ്ത്രീ പറയുന്നു, സഹോദരി, എൻ്റെ ഭർത്താവ് എല്ലാവരോടൊപ്പം നടക്കുകയാണ്, വഴിയെ കൂടെ പോകുന്ന സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്നു, വേശ്യയുടെ അടുക്കളയിലേക്ക് പോകുന്നു, എങ്ങനെയാണ് ഞാൻ കുടുംബജീവിതം നയിക്കേണ്ടത്? പറയൂ. നീ മിണ്ടാതിരിക്കുക, നീ ഒന്നും പറയണ്ട. പുരുഷന്മാരില്ലേ, അവർ അങ്ങനെയൊക്കെ പോയെന്നിരിക്കും, നീ നിന്റെ കാര്യം നോക്ക്. അതെന്താണ്? ആണുങ്ങളായപ്പിനെ തോന്നിയ പോലെ എന്തും ചെയ്യാമെന്നാണോ വിചാരിക്കുന്നത്? ഇതെന്താണ്? ബൈബിളിൽ എവിടെ പറയുന്നു? പുരുഷൻ ചെയ്താലും വ്യഭിചാരം വ്യഭിചാരം തന്നെയാണ്, സ്ത്രീ ചെയ്താലും വ്യഭിചാരം വ്യഭിചാരം തന്നെയാണ്. ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വിവരമുണ്ടോ? ന്യായപ്രമാണം അറിയാമെന്ന് പറയുന്നു, ഇവളെ കല്ലെറിഞ്ഞിട്ട് കൊന്നുകളയണമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് പുരുഷനെ വിട്ടിട്ട് സ്ത്രീയെ മാത്രം കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവനിലെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ന്യായപ്രമാണം പറയുന്നു, നീ എന്തു പറയുന്നു? പറയൂ. കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി ഇസ്രായേലിയർക്ക് അധികാരമുണ്ടായിരിക്കുമ്പോൾ ആ കാലത്ത് ഇവർ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലാണായിരിക്കുന്നത്. റോമൻ ഭരണത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ റോമൻ നിയമത്തിന്റെ കീഴിൽ ആയിരിക്കണം. കൊല്ലുന്നതിനു വേണ്ടി എബ്രായർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അവരുടെ ന്യായപ്രമാണ പ്രകാരം കൊല്ലുവാനുള്ള അധികാരമില്ല. കൊല്ലുവാനുള്ള അധികാരം റോമാ സാമ്രാജ്യത്തിനാണ് ഉള്ളത്. ഒരു വേള യേശു കൊല്ലുവാൻ പറഞ്ഞാൽ യേശുവിൻ്റെ നേരെ കുറ്റം വിധിച്ചിട്ട് രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ്, പരീശന്മാരുടെ രീതി എന്താണെന്ന് വെച്ചാൽ കൊതുകിനെ തല്ലിക്കൊല്ലുകയും ആനയെ വെറുതെ വിടുകയും ചെയ്യും. ചെറിയ കാര്യങ്ങളിൽ അവർ വളരെ ഗൗരവം കൊടുക്കും, വലിയ കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അവർ വളരെ ഒരുക്കത്തോടെയായിരിക്കുന്നു, തങ്ങളുടെ കുറ്റങ്ങൾ അവർ മനസ്സിലാക്കുന്നതുമില്ല.
അങ്ങനെയുള്ള സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടേത് പരീക്ഷാ ഭക്തിയാണെന്നും നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നതെന്നും മനസ്സിലാക്കും. കുറ്റം കണ്ടുപിടിക്കാനാണോ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? ദൈവദാസന്മാരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നോ? ബൈബിളിലെ കുറ്റം കണ്ടുപിടിക്കാനാണോ വരുന്നത്? ഇവിടെ എത്ര പേരാണോ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്? ദൈവവചനം എന്താണ് പറയുന്നത് അതൊന്നും ശ്രദ്ധിക്കുകയില്ല. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? മീറ്റിംഗിൽ എത്ര ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9. അമ്മേ, എന്തിനു വേണ്ടിയാണ് ഈ ദൈവദാസൻ ഇത്രയും ലൈറ്റുകൾ ഇട്ടിട്ട് പണം വേസ്റ്റ് ചെയ്യുന്നത്? ഇത്രയും ലൈറ്റുകൾ എന്തിനാണ്? ഈ കളർ ബൾബ്സ് എന്തിനാണ്? ദൈവത്തിന്റെ പണം ദൂർത്തടിക്കുകയാണോ? നീ എത്ര രൂപയാണ് കൊടുത്തത്? കൊടുത്തില്ലെന്ന് വിചാരിച്ചോ? എന്റെ കാര്യത്തിൽ നീ എന്തിനാണ് ചോദിക്കുന്നത്? പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. TV പ്രോഗ്രാമുകൾ കൂട്ടിയിട്ട് പണം വാങ്ങുവാൻ വേണ്ടിയല്ല വെച്ചിരിക്കുന്നത്. ആരുടെ അടുക്കൽ നിന്ന് പണം വാങ്ങണം? എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുത്തിട്ട് മാസം മാസം പണം വാങ്ങാനുള്ളതല്ല. അല്ല, ഞങ്ങൾക്കങ്ങനെ ഉദ്ദേശമില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് അത് മതി. നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഏത് സഭയിലാണോ പോകുന്നത് ആ സഭയിൽ നിങ്ങളുടെ ദശാംശം കൊടുത്ത് അവിടെ വിശ്വസ്തരായിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ സഭയിലെ ദൈവദാസന് നിങ്ങൾ ബഹുമാനം കൊടുത്തിട്ട് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസ്തരായിട്ട് വിശ്വാസികളായി, നല്ല വിശ്വാസികളായി, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നേടുന്ന വിശ്വാസികളായി നിങ്ങൾ മുൻപോട്ട് പോയാൽ അത് മാത്രം ഞങ്ങൾക്ക് മതി. യേശുക്രിസ്തുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. എന്നിൽ കുറ്റം ആരോപിക്കുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും എന്ന് കർത്താവ് അന്ന് ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. ആരും ഒരു വാക്കും വേണ്ടിയില്ല. അവന്റെ മേൽ കുറ്റം വിധിച്ച് അന്ന് ക്രൂശിലേക്ക് കൊണ്ടുപോയപ്പോൾ പീലാത്തോസ് അവനെ വിധിച്ചിട്ട് ഗവർണറായവൻ, ജഡ്ജി, ഫൈനൽ ചെയ്യാനിടയായി. എല്ലാം ചെയ്തിട്ട് അവസാനം എന്താണ് പറഞ്ഞത്? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നതേയില്ല എന്ന് പറഞ്ഞിട്ട് കൈകൾ കഴുകാനിടയായി. ഹൃദയം കഴുകാതെ കൈകൾ മാത്രം കൈകൊണ്ട് പിന്നീട് അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പ്രവചനങ്ങൾ നിവർത്തിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക. ഈ സഭയിൽ നിങ്ങൾ ഞങ്ങളെ നോക്കരുത്, നിങ്ങളെ തന്നെ നോക്കൂ. നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കൂ, നിങ്ങളെ തന്നെ പരിശോധിക്കൂ. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമാണ്. താൽക്കാലികം. നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ നിന്നോട് ക്ഷമിക്കാം, നിന്റെ പാപങ്ങൾ ഞാൻ വഹിക്കാം. ഈ ദിവസം മുതൽ പാപം ചെയ്യരുത്, വിശുദ്ധിയോടുകൂടെ നീ ജീവിക്കുക. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ സാരാംശം. ക്രിസ്തീയ സഭയിൽ വരുന്നവർ വീണ്ടും വെളിയിൽ ചെന്ന് പാപം ചെയ്താൽ, വീണ്ടും വെളിയിൽ ചെന്ന് പഴയ ജീവിതം തുടർന്നാൽ സഭയിൽ വരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണുള്ളത്? നീ ഇനിയും പോയിട്ട് പാപം ചെയ്യരുത്. മദ്യപാനിയാണെങ്കിൽ മദ്യപാനം ചെയ്യരുത്, വ്യഭിചാരിയാണെങ്കിൽ വ്യഭിചാരം ചെയ്യരുത്, കള്ളനാണെങ്കിൽ മോഷ്ടിക്കരുത്, വഞ്ചകനാണെങ്കിൽ നീ വഞ്ചിക്കരുത്. മാതാപിതാക്കളെ അവമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ പശ്ചാത്തപിച്ച് അവരെ സ്നേഹിച്ച് ജീവിക്കുക. ഇന്ന് ദൈവം നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. നീ ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിന്നോട് ക്ഷമിക്കുവാൻ അവൻ ഒരുങ്ങിയിരിക്കുകയാണ്. മകളെ, പോകൂ. ഇനിയും നീ ചെന്നിട്ട് പാപം ചെയ്യരുത്. ദയവ് ചെയ്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടും ആശീർവാദത്തോടും ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ ഞങ്ങളെ നീ ഒന്ന് ദർശിക്കുമാറാകണമേ. ഞാൻ നല്ലവനാണ്, അവർ ശരിയല്ല, ഇവർ ശരിയല്ല എന്ന് പറയുന്നവരെ നീ ദർശിക്കണമേ. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ കണ്ടിട്ട് അയ്യോ, ഞാനൊരു ദോഷിയാണ്, ഞാൻ പാപിയാകുന്നു, ഞാൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നേരുള്ളവനല്ല എന്ന് ഞങ്ങളുടെ അവസ്ഥയെ കണ്ടിട്ട് പശ്ചാത്തപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ നിൽക്കുകയാണ് ദൈവമേ. ദോഷങ്ങൾ ചെയ്തുകൊണ്ട്, പാപങ്ങൾ ചെയ്തുകൊണ്ട്, നിന്നെ ദുഃഖിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾ ഓരോരുത്തരും നയിച്ച് സമ്മതിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പ് പ്രാപിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ആത്മസ്വരൂപിയ ഞങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവേ, ഞങ്ങളെ നീ ദർശിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ കാരണം നിന്ദയും അപമാനവും അനുഭവിച്ചുകൊണ്ട് ആശ്വാസം നഷ്ടപ്പെട്ടവരായി ജീവിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കണമേ. എൻ്റെ മകനേ, എൻ്റെ പ്രിയ മകളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ പ്രാണം വെടിഞ്ഞത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രൂശിൽ മരിച്ചത്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മരിക്കേണ്ടി വന്നത് എന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കരുണ കാട്ടണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ യേശുവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കാം എന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച യേശുവേ, നിന്റെ സാക്ഷികളെ ഞങ്ങൾ ജീവിക്കാമെന്ന് ഈ രാത്രി തീരുമാനമെടുക്കുകയാണ്. ഈ തീരുമാനത്തെ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളാൽ ഒന്നും കഴിയില്ല.
ഞങ്ങളാൽ അത് കഴിയില്ല. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. പാപത്തിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിഞ്ഞു പോകാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഈ കൂട്ടായ്മയിലുള്ള സകലർക്കും നീ സഹായിക്കുമാറാകണമേ. നീചമായതും ക്രൂരമായതുമായ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും, കൊച്ചു കൊച്ചു പാപങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിലും ഈ ദിവസം എല്ലാ വ്യക്തികളോട് നീ ക്ഷമിക്കണമേ. ഈ സഭയിലുള്ളത് എല്ലാവർക്കും യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ, ഈ ലോകം വിട്ടുപോകുമ്പോൾ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി ജീവിക്കാൻ സഹായിക്കണമെന്ന്, രോഗമുള്ളവർക്ക് നീ സൗഖ്യം കൊടുക്കണമെന്നും, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമെന്നും, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്നും, കടഭാരമുള്ളവർക്ക് യഹോവ ഇരേ എന്ന വാഗ്ദത്തം അവർക്ക് കൊടുക്കണമെന്ന്, നിന്റെ അത്ഭുത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കണമെന്ന്, നിന്റെ ഹിതമെങ്കിൽ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുവാൻ ഇടയാക്കണമെന്നും, കർത്താവിന്റെ വരവെങ്കിൽ ഞങ്ങളെല്ലാവരും എടുക്കപ്പെടുവാനും നിന്റെ രാജ്യത്തിൽ നിത്യമായി വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ